മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്ടു നൽകിയിരിക്കുന്നു. ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി. അതിനുശേഷം അവിടെ നിന്ന് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക്, പിന്നീട് തെളിവെടുപ്പിനായി കൊണ്ടുപോകും. തിരുവല്ലയിലെ ഹോട്ടലിലേക്ക്, പാലക്കാട്ടേക്ക്. അങ്ങനെ വിശദമായ തെളിവെടുപ്പ് ആവശ്യമുണ്ട്. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്ടു നൽകിയത്. 7 ദിവസമാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ 3 ദിവസം എന്ന തരത്തിലേക്ക്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. ചട്ടലംഘനമുണ്ടായി, അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ മെനഞ്ഞെടുത്ത കേസാണ് എന്നൊക്കെ വാദിച്ചിരുന്നു. പക്ഷേ അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞ് പരിഗണിക്കാതെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്ടു നൽകി. വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. നേരത്തെ ചീമുട്ടയേറും കല്ലേറും കണ്ടു. പോലീസ് വലിയ ഷീൽഡ് വെച്ച് പ്രതിരോധിക്കുന്ന കാഴ്ചയും കണ്ടു. ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, തിരുവല്ലയിൽ ഇപ്പോൾ എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുന്നത് ആശുപത്രിയിലേക്ക്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ SFIയുടെയും DYFIയുടെയും യുവമോർച്ചയുടെയും ഒക്കെ വലിയ പ്രതിഷേധം അവിടെ കണ്ടിരുന്നു. പക്ഷേ അവരെയെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആശുപത്രി പരിസരത്ത് വലിയ പ്രതിഷേധത്തിന് സാധ്യതയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എപ്പോഴാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്? അനുജ, ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വന്നിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ മൈക്ക് വെച്ച് രാഹുലിനോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒരു ചിരി മാത്രമാണ് രാഹുൽ നടത്തിയത്. അതല്ലാതെ ഒരക്ഷരം പോലും മിണ്ടാതെ വലിയ പോലീസിനൊപ്പം വാഹനത്തിലേക്ക് വന്ന് കയറുകയാണ് ചെയ്തത്. നമ്മൾ രാഹുലിനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ചിരി മാത്രമേ ഉള്ളൂ, മറുപടി ഒന്നും പറയാനില്ലേ എന്നുള്ള കാര്യം രാഹുലിനോട് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ ഒരക്ഷരം പോലും മിണ്ടാതെ പോലീസിനൊപ്പം പോലീസ് വാഹനത്തിലേക്ക് കയറി പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് ഇപ്പോൾ പോലീസ് വാഹനം പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് തിരുവല്ല താലൂക്ക് ആശുപത്രിയിലും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാഹുലിനെ അങ്ങേയറ്റം വലിയ തരത്തിൽ പ്രതിഷേധിക്കുന്നു. ചീമുട്ട അടക്കമെടുത്ത് വലിച്ച് എറിഞ്ഞുകൊണ്ട് രാഹുലിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയുമൊക്കെയായിരുന്നു DYFIയും യുവമോർച്ചയും SFIയും അടക്കമുള്ള പ്രവർത്തകർ പ്രതിഷേധിച്ചത്. എന്തായാലും കോടതി 3 ദിവസം രാഹുലിനെ റിമാൻഡിൽ കസ്റ്റഡിയിൽ വിട്ടതോടുകൂടി രാഹുലുമായിട്ട് വൈദ്യപരിശോധന പൂർത്തിയാക്കി പോലീസ് സംഘം പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. AR ക്യാമ്പിൽ ഇന്ന് പൂർണ്ണസമയം രാഹുലിനെ ചോദ്യം ചെയ്യും. രാഹുലിന്റെ മൊബൈൽ ഫോണിൽ നടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ തിരുവല്ലയിലെ ഹോട്ടലിലും അതുപോലെ തന്നെ പാലക്കാട്ടേക്കുമൊക്കെ എത്തിച്ചുള്ള തെളിവെടുപ്പ്. ഇന്നൊരു പക്ഷേ തിരുവല്ലയിൽ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസ് വാഹനം അതിവേഗത്തിൽ പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രതിഷേധം താലൂക്ക് ആശുപത്രിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും കാണാൻ കഴിഞ്ഞു. രാഹുൽ ഒരക്ഷരം പോലും സംസാരിക്കാതെയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. നേരത്തെ കയറിപ്പോയപ്പോൾ മാധ്യമപ്രവർത്തകരോട് കുശലം പറയുകയും മറ്റു കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. കോടതിക്കകത്ത് അറിയാവുന്നവരോട് സൗഹൃദം സംഭാഷണമൊക്കെ നടത്തിയിരുന്നു. അഭിഭാഷകർ സംസാരിക്കുന്നു, അറിയാവുന്നവരോട് കുശലം ചോദിക്കുന്നു. അപ്പോഴൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് തിരികെ കോടതി നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് രാഹുൽ സംസാരിക്കുമെന്നാണ്. എന്നാൽ ഒരുപക്ഷെ രാഹുൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനെ കസ്റ്റഡിയിൽ വിടുമെന്ന്. എന്തായാലും കസ്റ്റഡിയിൽ വിട്ടതോടുകൂടിയായിരിക്കാം രാഹുൽ ഒരുപക്ഷെ ഒന്നും സംസാരിക്കാതെ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞുമാറിപ്പോയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായിട്ട് കാണാം. രാഹുൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിരന്തരം ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നിനും ഒരു മറുപടി പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ എന്തായാലും ആ പോലീസ് വാഹനത്തിനൊപ്പം പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ട AR ക്യാമ്പ് വരെ 33 കിലോമീറ്റർ ഉണ്ട്. ഈ 33 കിലോമീറ്റർ വേഗം യാത്ര ചെയ്യണമെങ്കിൽ പരമാവധി ഒരു 45 മിനിറ്റ് സമയം വേണം. ഈ 45 മിനിറ്റ് പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി വേഗത്തിൽ പോയാൽ ഒരു ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് തന്നെ എത്താം. പക്ഷേ എന്നാൽ പോലും അമിത വേഗതയിലല്ല പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ട AR ക്യാമ്പ് വരെയുള്ള ദൂരം 33 കിലോമീറ്റർ ദൂരം ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും. എന്തായാലും പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് വളരെ വിശദമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് SIT വിവരങ്ങൾ തേടും. ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം പോലീസിന് ഈ വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനകത്ത് ശാസ്ത്രീയമായിട്ടുള്ള സാഹചര്യ തെളിവുകളടക്കം ശേഖരിക്കണം. അതുകൊണ്ട് അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ആ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് കൂടിയാണ് രാഹുലുമായിട്ട് ഇപ്പോൾ പോലീസ് സംഘം AR ക്യാമ്പിലേക്ക് പോയിരിക്കുന്നത്. അനുജ, അതാണ് തിരുവല്ലയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇന്ന് മുഴുവൻ ഒരുപക്ഷെ AR ക്യാമ്പിൽ വിശദമായി ചോദ്യം ചെയ്യലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിധേയനാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നാളെയാകും തെളിവെടുപ്പ് എന്നൊരു സൂചന ലഭിക്കുന്നു. തിരുവല്ലയിലെ ഹോട്ടലിലും പാലക്കാട്ടേക്കും എത്തിച്ചുള്ള തെളിവെടുപ്പാണ്. 3 ദിവസമാണുള്ളത്. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കി പിന്നീടാകും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് വിശദമായി തന്നെ തെളിവെടുപ്പ് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നതിലേക്ക് പോലീസ് കടക്കും. ഇന്ന് അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.